ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച പഴശ്ശിരാജാവിന്റെ സ്മരണാർത്ഥം വയനാട്ടിൽ നിർമ്മിച്ച സ്മാരകം അവഗണനയുടെ വക്കിൽ. പഴശ്ശിരാജാവ് മരിച്ചു വീണ മാവിലാം തോടിന് കരയിലെ സ്മാരകമാണ് നിർമ്മാണം പൂർത്തിയാകാതെ പാതി വഴിയിൽ കിടക്കുന്നത്. കേരള കർണാടക അതിർത്തിയിലുള്ള മാവിലാം തോടിന്റെ കരയിൽ പഴശ്ശിരാജാവ് മരിച്ചു വീണതായി കരുതപ്പെടുന്ന സ്ഥലത്താണ് സ്മാരകം പണി കഴിപ്പിച്ചിരിക്കുന്നത്. പഴശ്ശിരാജാവിനിവിടെ സമുചിതമായ സ്മാരകം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഒടുവിൽ 12 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്ത് 2.5 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കൈമാറിയ സ്ഥലത്ത് 2013 പഴശ്ശിരാജാവിന്റെ പ്രതിമയും 2 കെട്ടിടങ്ങളും നിർമ്മിച്ചു. എന്നാൽ ഇതിന് ഒരു തുടർ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആരും നോക്കാനില്ലാതെ അനാഥമായി കിടക്കുകയാണ് ഈ സ്മാരകം. 5-6 വർഷം മുമ്പ് പാസ്സായതാണ് ഈ ബിൽഡിങ്ങിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ലൈബ്രറി ആയിട്ട് ബിൽഡിംഗ് പണിതു, അവിടെ ഒരു പുസ്തകം പോലും ഇല്ല ഇപ്പം നിലവിൽ ഇവിടെ നിന്ന്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്തൊരു ബിൽഡിംഗ് ഇതിൻ്റെ പണി കഴിഞ്ഞാറുണ്ട്, പിന്നെ മതിലിൻ്റെ പണി നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫണ്ട് തീർന്നെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. സ്മാരകവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പദ്ധതിയുമില്ലാതെയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം നിർമ്മിച്ച ചുറ്റുമതിൽ ഉപേക്ഷിച്ച് വീണ്ടും പുതിയ മതിൽ നിർമ്മിച്ചു. ഫണ്ട് ലഭിക്കുമ്പോൾ തോന്നിയതുപോലെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്തതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. റിപ്പോർട്ടർ, വയനാട്.